അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ട് ഫിസിക്സ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവ്യൂ ആണ്. കാരണം ഞാൻ എക്സാമിന് പോയിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു പോകില്ലാന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ തന്നെ ഞാൻ ഒരു പോയിട്ടിരുന്നു. അതിൽ കുറേ ആൾക്കാർ ഇട്ട് ഈസി എന്നാണ്, കുറച്ച് ആൾക്കാരൊക്കെ പൊട്ടിന്നൊക്കെ ഇട്ട് ഒരു 8% ഒരു 70-60-70% ആൾക്കാരും ഈസി നട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ക്രിസ്മസ് എക്സാമിനെക്കാട്ടി ഈസി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി, ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഒന്ന് ഫോട്ടോ അയച്ചു തന്നിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ കാണുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ, ദ എസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്, ആ കൂളമ്പ്, അത് സിമ്പിൾ, ഭയങ്കര സിമ്പിൾ. പിന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ ഫിസിക്സ് അധികം നോക്കാത്തതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും അധികം ആൻസർ ഇല്ല. രണ്ടാമത്തേക്ക് ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 1 cm ചാർജ്ഡ് വിത്ത് പൊട്ടൻഷ്യൽ 10 volt, ദെൻ ദി പൊട്ടൻഷ്യൽ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ. സെൻറ്ററിക്ക് തോന്നുന്നു 0 volt ആവുന്നതാണ്, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ നോക്കിയില്ല ഇപ്പോൾ ആ പാടുന്നു. ഇത് സെക്കൻഡ് ചാപ്റ്റർ അല്ലേ. പിന്നെ ഗിവ് ദി ഇക്വേഷൻ ദി ഓഫ് മോഷണൽ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വി ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊക്കെ ഏതാ ചാപ്റ്റർ? ഇതൊക്കെ ഒന്നും 4ാം ചാപ്റ്റർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെ പറ്റിയിട്ട് വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, അത് ചാപ്റ്റർ 3 ആണ്. അത് പഠിച്ചതായിരുന്നു, ഞാൻ മറന്നു. ഈ ഡിസംബറിൽ പഠിച്ചാണ്. പിന്നെ ഫിസിക്സ് ഇപ്പോൾ നോക്കിയിട്ടില്ല. അപ്പോൾ കെമിസ്ട്രി മാത്സ് മാത്രമേ ഞാൻ ഇപ്പോൾ 3 ദിവസത്തെ സ്റ്റഡിയിൽ നോക്കിയിട്ടുള്ളൂ. ഇനി ഫിസിക്സ് നാളെ മുതൽ തുടങ്ങാനാണ് പ്ലാന്. ഇതെന്ത് ഇത്രോട്ട് നോക്കാം. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 2 ലെൻസ്, അത് ഇതാണ് ലെൻസിന്റെ ഫോർമുല വരുന്നത്. ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ റേ ഓപ്റ്റിക്സിലാണ്. അതിൻ്റെ ലാസ്റ്റിക്ക് തന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ അയോണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് എത്ര ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതേത് ചാപ്റ്റർ? എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ 4 ചാപ്റ്ററാണ്. അത് ഞാൻ അധികം നോക്കിയില്ല, കാരണം അത് ഫുള്ള് കുറേ തിയറിയാണ്, ചടപ്പ് തിയറി. പിന്നെ നോക്കുകയാണെങ്കിൽ 7ാമത്തെ ക്വസ്റ്റ്യനൊക്കെ റേഷ്യോ ഓഫ് റേഡിയോ ഓഫ് ടു ന്യൂക്ലിയർ ഓഫ് നമ്പർ, അതും ലാസ്റ്റത്തെ ചാപ്റ്ററിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 7 ക്വസ്റ്റ്യനിൽ ഒരു എത്ര ഇതിൻ്റെ 5 എഴുതിയാൽ മതി, അതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുക. പിന്നെ സെക്ഷൻ ബി നോക്കുകയാണെങ്കിൽ സെക്ഷൻ ഇ വരെ ഉണ്ട് കിട്ടുമോ? സെക്ഷൻ ഇ വരെ സാധാരണ ഉണ്ടാവലുണ്ട് 5 മാർക്കിൻ്റെ വരെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നെയിം എ മെറ്റീരിയൽ വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് വയർ ബോണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ഏതാ പാഠം? റെസിസ്റ്റർ ഏതാ പാടൊക്കെ മറന്നു. ഞാൻ ഇപ്പോൾ ഫിസിക്സ് അധികം നോക്കാത്തന്നെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സ്റ്റേറ്റ് ഗോഷ്യസ് ലോ ഇൻ മാഗ്നറ്റിക്സ്, അത് സിമ്പിളാണ്. പിന്നെ പവർ ഓഫ് ട്രാൻസിഷൻ 2200 വോൾട്ട് 5 ആംപിയർ, അതൊക്കെ തോന്നുന്നത് NP/VP = NS/VS, അത് തന്നെയാണ്. ആ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അങ്ങനെ വെച്ചിട്ടുള്ള ചെയ്യേണ്ടതാണ്. പിന്നെ വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് യൂസ്ഡ് ഫോർ ഫോളോയിങ് പർപ്പസ് ഇൻ സെല്ലുലാർ ഫോണൊക്കെ, ഇതേതാ പാഠം? സെക്ഷൻ ബിക്ക് തോന്നുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നാണ് സെക്ഷൻ ബി. ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഒക്കെ, അതൊക്കെ ലാസ്റ്റത്തെ പാടത്തേക്ക് തന്നെയാണ്. ലാസ്റ്റ് പാടത്തിന് നല്ല വെയിറ്റേജ് ഉണ്ട്, അത്രയൊക്കെ വെയിറ്റേജ് ഉണ്ട്. സെക്ഷൻ സി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ഡെറിവേഷൻസ് തന്നെയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈൻ, അത് ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ ഡെറിവേഷൻ ആണ്. പിന്നെ 2ാമത്തെ നോക്കുകയാണെങ്കിൽ 2ാമത്തെ ചാപ്റ്ററിന്റെ ഡെറിവേഷൻ ആണ്. കപ്പാസിറ്റൻസിന്റെ പാരലലിന്റെ കപ്പാസിറ്റൻസ് കണ്ടെടുക്കുന്ന ഡെറിവേഷൻ ആണ്, അതും സിമ്പിൾ. 3ാമത്തെ നോക്കുകയാണെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ കണ്ടെടുക്കുക, അതും സിമ്പിൾ ഡെറിവേഷൻ ആണ്. ആദ്യത്തെ 3 സിമ്പിൾ ആണ് ഡെറിവേഷൻ. പിന്നെ കമ്പയർ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, അത് 5ാമത്തെ പാഠത്തിലാണ്. 5ാമത്തെ 6ാമത്തെ പാഠത്തിലാണ്. അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. 5 മാർക്കിനൊക്കെ ആകെ വെയിറ്റേജ് ഉള്ള പാഠമാണ്. അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതും സിമ്പിളാണ്. 18ാമത്തെ ക്വസ്റ്റ്യനും. അപ്പോൾ സെക്ഷൻ സി അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ സെക്ഷൻ ഡി നോക്കുകയാണെങ്കിൽ കാണാൻ ഡ്രോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, അത് ഫസ്റ്റത്തെ ചാപ്റ്റർ, അതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്, അത് സിമ്പിൾ. പിന്നെ സ്റ്റേറ്റ് കിർച്ചോഫ് ലോ ജംഗ്ഷൻസ് റൂള്, അതൊക്കെ വീൽസ്റ്റോൺ ബ്രിഡ്ജ് ഒക്കെ പഠിക്കാതെ ആരാണ്ട പോവാ. ഞാൻ പഠിച്ചില്ലായിരുന്നു ക്രിസ്മസ് എക്സാമിന്, പിന്നെ ഇപ്പോഴാണ് പഠിച്ചത്. ഇപ്പോഴല്ല, അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നേരം പഠിച്ചത്. വീൽസ്റ്റോൺ ബ്രിഡ്ജ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഏതാ പടം? സെൽഫ് ഇൻഡക്ഷൻ ഒക്കെ EMI ആണെന്ന് തോന്നുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതൊക്കെ തോന്നുന്നു. അപ്പോൾ സെക്ഷൻ ഡിയും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സെക്ഷൻ ഇ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഗ്യാഷ്യസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇസ് സൈസ് ഓർ ഷേപ്പ്, അത് ട്രൂ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ട്രൂ തന്നെയാണ്. പിന്നെ ഗ്യാഷ്യസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ്, അത് ഫാൾസ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേ ഫാൾസ് ആവാൻ ചാൻസ് ഇല്ല, അങ്ങനെയൊക്കെ വെച്ചാൽ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ സെക്ഷൻ ഇ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റിന് വലിയ കുഴപ്പമില്ല. യൂസിങ് ഗ്യാഷ്യസ് ലോ ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് ഇൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, അതും സിമ്പിളാണ്. ഇതും ഫസ്റ്റ് ചാപ്റ്റർ തന്നെയല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിനൊക്കെ എത്രയും വെയിറ്റേജ് ഉണ്ടോ? എത്ര ക്വസ്റ്റ്യൻസ് കണ്ട് ഞാൻ. പിന്നെ 25ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അമ്മീറ്റർ ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ചോദിച്ചാൽ ഇളിഞ്ഞിരുന്നു. അപ്പം ഇനി പഠിക്കണം.
ഇപ്പോൾ പബ്ലിക്കിന് വയ്ക്കൊന്നും ഒരു ഉറപ്പില്ല. അല്ല, ഉറപ്പ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മളൊക്കെ പഠിക്കണം. സീനാണ് ഫുള്ള്. പിന്നെ കപ്പാസിറ്റർ അങ്ങനെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് മനസ്സിലായത് മോഡൽ എക്സാം അത്യാവശ്യം സിമ്പിളാണ്. ക്രിസ്മസ് എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ നല്ല സിമ്പിൾ തന്നെയാണ്. ഇതും വെച്ചിട്ട് ഒരു പബ്ലിക് എക്സാം ടഫാക്കുമെന്ന് എനിക്ക് നല്ലൊരു പേടിയുണ്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് സിമ്പിൾ ഇനി അത്യാവശ്യം ഇനി ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കണ്ട, സിമ്പിളിൽ പഠിച്ചിട്ട് പബ്ലിക് കണ്ട് ടഫാക്കിയാലോ ആലോചിച്ച് നോക്കിയാൽ. എനിക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ കാണണം നമ്മൾ. കാരണം നമുക്ക് പറയാമല്ലോ, ഒരു 3 പേപ്പറാണല്ലോ കിട്ടുന്നത്. ഒന്ന് എന്തിനും ഇമ്പ്രൂവ്മെൻറ്റിനോ സ്റ്റേക്ക് വേണ്ടിയിട്ട്, ഒന്ന് മോഡലിനോ ഒന്ന് പബ്ലിക്കിനും. അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതാണ് ഇപ്പോൾ മോഡലിനിട്ട്. ഇത് ശരിക്കും നമുക്ക് പബ്ലിക്കിന് വരാമായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ പബ്ലിക് എങ്ങനെയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ടഫാവണമെന്ന് വെച്ചാൽ ടഫാവും, അറിയില്ല. അപ്പോൾ ഫിസിക്സ് അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ആദ്യത്തെ പരീക്ഷ തന്നെ വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ അടുത്ത പരീക്ഷകളൊക്കെ സിമ്പിൾ ആവുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അത്ര തന്നെയുള്ളൂ റിവ്യൂ. അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ പേപ്പർ നോക്കിയപ്പോഴേക്ക് മനസ്സിലായത്. എല്ലാവരും പിന്നെ പോസ്റ്റിലൊക്കെ നല്ല റിവ്യൂസ് തന്നെ ഇട്ട് സിമ്പിൾ എന്നുള്ളത് തന്നെയാണ്. ഞാൻ പിന്നെ എഴുതിയില്ല. ഇനി എന്തായാലും ഇതൊക്കെ ഇനി പബ്ലിക്കിൻ്റെ ഒരു ദിവസം മുന്നൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K ആണ്. എല്ലാം സപ്പോർട്ട് ചെയ്യുക. 50K ഈ മാസം തന്നെ അടിച്ചാൽ വലിയൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മാസം തന്നെ അടിച്ചാൽ മാത്രം. നിങ്ങൾക്ക് അവിടെ കാണാൻ ഒരു സാധനം, ഒരു വലിയൊരു എന്താണ് അതിന് പറയാ, എൻ്റെ പേരെന്തായിരുന്നു, 2000 years later. ചാർട്ട് കാണാം. അതൊക്കെ ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കാണാൻ ഈ മാത്സിൻ്റെ ഷോർട്ട് നോട്ട്സാണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കെമിസ്ട്രീൻ്റെ ഉണ്ടാക്കണം. ഇതൊക്കെ ഞാൻ എന്തായാലും അയക്കുന്നതായിരിക്കും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട്. ഇപ്പം മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഷോർട്ട് നോട്ട്സൊക്കെ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇവിടെ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട്. അവിടെ കല്ലൊക്കെ കാണാൻ